ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. മാട്ടൂർ പെറ്റ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളെയൊന്നും ഇഷ്ടപ്പെടാത്തവർ തിരിച്ച് വരുന്ന വഴിക്ക് എന്തായാലും ചിന്തിക്കും ഒരു പെറ്റിനെയെങ്കിലും സ്വന്തമാക്കണമെന്ന്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഞാനവിടെ പോയതിന് ശേഷം കണ്ടത് കാഴ്ച എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ പോയി കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള പാർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ, എന്താ പറയുക, കുലുക്കി സർബത്ത് അങ്ങനെയൊക്കെ പറയുന്നില്ല, അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നേരെ ഓപ്പോസിറ്റ് മാട്ടൂൽ ബീച്ചാണ് കേട്ടോ. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ടിക്കറ്റ് എടുത്തു. അപ്പോൾ 150 രൂപയാണ് ഒരു ടിക്കറ്റിന്. അപ്പോൾ ഒരു പെറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുതിരയാണ് കേട്ടോ. അവിടെ ബീച്ചിലേക്ക് പോകണം, അതിന് 100 രൂപ അങ്ങോട്ട് അതിന് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മീനുണ്ട്. അയ്യോ, കാണുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അത്രയും കളർഫുള്ളായിട്ടുള്ള മീനുകളാണ് കേട്ടോ. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഞാനും കുഞ്ഞൂസും കുറേ അതൊക്കെ നോക്കി നിന്നിട്ടോ. കുഞ്ഞൂസിന് ഭയങ്കര ഇതായിരുന്നു. കുഞ്ഞൂസിൻ്റെ മനസ്സിൽ അതിൽ കൈയിട്ട് അതിനിങ്ങനെ പിടിച്ച് ഞമിണ്ടണം എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഞാൻ അവനെടുത്ത് പൊക്കിയിട്ടൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക, ഇതെന്താണ്, അരയന്നോ അതുപോലത്തെ എന്തോ ഒരു സംഭവം. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തൊക്കെ ഞണ്ടാണ് കേട്ടോ, വെറൈറ്റി ഞണ്ട്, ഇതുവരെ കാണാത്ത ഞണ്ടൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് കോഴികൾ, വെറൈറ്റി കോഴികൾ, താറാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. പിന്നെ കണ്ടത് മീനൊക്കെയാണ് കേട്ടോ. ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസ് അതിന് ഒത്തിരി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞൂസ് ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് അവൻ ഇതാക്കുന്നേ ഇല്ല. ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാണാൻ എന്ത് രസമാണെന്നറിയോ അതിനകത്ത്. പിന്നെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഭയങ്കര ക്ലീനിങ് ആണ് കേട്ടോ ഇവിടെ. സാധാരണ മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇത് അതൊന്നുമില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് എല്ലാം, ഒന്നും പറയാനില്ല. ഭയങ്കര ക്ലീനിങ് ആണ്. ഒരു മൃഗങ്ങളുടെ മണമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവിടെ. പിന്നെ അങ്ങോട്ട് ഒരുപാട് പക്ഷികളെയാണ് കേട്ടോ കണ്ടത്. പലതരം എന്താ പറയുക, നാടുകളിലുള്ള പക്ഷികളാണ് കണ്ടത്. പിന്നെ ഒരു നീളം കുറഞ്ഞിട്ടുള്ളൊരു കുതിരേനെ കണ്ടിട്ടോ. അപ്പോൾ ഇത് ഗർഭിണിയാണെന്നാണ് എനിക്കൊരു ഡൗട്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് പശു, കുട്ടി പശു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ പശു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടകമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒരുപാട് പക്ഷികളാണ്. എന്ത് രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് എല്ലാം. ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറിയ പോലത്തെ അവസ്ഥയാണ്. പിന്നെ ഏട്ടൻ, നമ്മൾ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു പെറ്റിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതിങ്ങനെ അള്ളി പിടിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പാസം കൂടി ചേട്ടനെ കൊടുത്തിട്ടോ. അതായത് നല്ല രസമായിരുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി. അതിങ്ങനെ അതിൻ്റെ നഖത്തോണ്ട് ഇങ്ങനെ അമർത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് മാത്രമല്ല, വേറെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഭാഗം ഞാൻ പോയതേ ഇല്ല. ഭയങ്കര പേടിയായിരുന്നു. ചെറിയ ചെറിയ ചോട്ടാസൊക്കെ കഴുത്തിലൊക്കെ ഇങ്ങനെ പാമ്പിനെയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഡോഗാണ് കേട്ടോ, വെറൈറ്റി. ഇതെന്താണ്, ആടിൻ്റെ മുഖം പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആമയാണ് കേട്ടോ, 2 ആമയുണ്ടായിരുന്നേ. പിന്നെ മീനിൻ്റെ സെക്ഷൻ എത്തി കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ഫിഷിന് കൊടുക്കാനുള്ള ഫുഡും തരും കേട്ടോ, അതിൻ്റെ നമ്മൾ ടിക്കറ്റ് മുറിക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൊടുക്കാം നമുക്ക്. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൈയൊക്കെ കടിക്കും. അപ്പം നല്ല ഫീലാണ് കേട്ടോ. പിന്നെ ഇതെന്താണ് സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പിന്നെ കുറേ പ്രാവാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പ്രാവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഒരുപാടുണ്ട് പ്രാവൊക്കെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇങ്ങനെ മീൻ എന്ത് രസമാണ്, കളർഫുള്ളായിട്ടുള്ള മീനാണ്. എനിക്കിത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നിയിട്ടാ. ഞാൻ കുറേ അവിടെ തൊട്ട് നമ്മളിങ്ങനെ ചില്ലിന് തൊടുന്ന സമയത്ത് അതിങ്ങനെ ചില്ലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പൂച്ച ഉണ്ടായിരുന്നു. പിന്നെ ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെക്കാട്ടിയും എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു മീനായിട്ട്, അതും കളർഫുള്ളായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത്. ഈ മീനിൻ്റെയൊക്കെ പേര് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് നോക്കില്ല, അതിൻ്റെ രസം കണ്ടിട്ട് ഞാൻ അതിൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെ പിന്നെന്താണ്, ഇതിനകത്ത് എന്തോ വെള്ള സാധനമുണ്ട്. അതെന്തോ കുമിള് കണക്ക് എങ്ങാണ്ടാന്ന് തോന്നിയിട്ടുണ്ടായേ. അതെന്താണെന്നറിയില്ല. ഇത് കണ്ടോ, കുമിള് കണക്ക്. പിന്നെ കുറേ കോഴീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറൈറ്റി കോഴിയാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കാടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറേ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം കേട്ടോ പാമ്പും കുറേ പലതരം പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗം അത്ര ഞാൻ എടുക്കാൻ പോയില്ല. വെള്ള ഒരു പാമ്പുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട് കൂട്ടത്തോടെ. അയ്യോ, കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നു കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളിങ്ങനെ, ഒരു കുഞ്ഞ് മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. പിന്നെ അവിടുന്ന് വെളിയിലിറങ്ങുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഒരു കടയുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് കളിക്കാനല്ലേ കുട്ടികൾക്ക് കളിക്കാനല്ലേ ഇത് മാത്രമല്ല, എന്തെങ്കിലും ക്ലിപ്പും അങ്ങനത്തെ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് കുഞ്ഞൂസ് ഒരു ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 100 രൂപയാണ് കേട്ടോ വില. പിന്നെ പുറത്ത് ആനേൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച്. പിന്നെ നമ്മൾ മാട്ടൂർ ബീച്ച്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബീച്ചിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് ഇവൻ ഭയങ്കര എന്താ പറയുക, ഇവന് കടൽ ഫസ്റ്റ് പേടിയായിരുന്നു. ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്നിട്ട് കടലിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, പിടിച്ചു കൊണ്ടുവന്നിട്ടും ഒരു രക്ഷയില്ല. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും കേട്ടോ, ഈ കടലിലേക്ക് പോകുന്നതിൻ്റെ റിസൾട്ട്. അപ്പോൾ എന്താ പറയുക, അച്ഛനും മോനും കടലിലേക്ക് പോയി. പിന്നെ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ. എനിക്ക് വെള്ളത്തിൽ നനയാൻ ചില സമയത്ത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ നനഞ്ഞു, അച്ഛനും മോനും നനഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ചിരണ്ടിയൊക്കെ വാങ്ങിട്ടോ. അടിപൊളി കടയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അപ്പോൾ അടുത്ത ഏട്ടൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഇവർക്കും യൂട്യൂബ് ചാനലും പിന്നെ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങി. പിന്നെന്താണ്, അവരാക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ, ആക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു അവർ എൻ്റെ ചാനൽ.
പിന്നെ അവിടുന്ന് എന്താ കോഴിക്കോടൻ ഐസ് ചരണ്ടിയും ഉപ്പിലിട്ടതെന്നാണ് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കാറിൽ കൊണ്ടുപോയിട്ടാണ് അത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്